1+ ആയിരുന്നു നമ്മുടെ ചിന്താ വിഷയം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ദിവസം എന്താ പഠിച്ചേ? 1+ ഹോം. രണ്ടാമത്തെ ദിവസം എന്താ പഠിച്ചേ? 1+ in my. മൂന്നാമത്തെ ദിവസം എന്താ പഠിച്ചേ? In my church. നാലാമത്തെ ദിവസം നമ്മൾ എന്താ പഠിക്കുന്നത്? 1+ in my heart. ഇങ്ങോട്ട് വാ ടീച്ചറെ. 1+ എന്റെ ഹൃദയത്തിൽ. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ. ഒരിടത്തൊരിടത്ത് പണ്ടൊരിടത്ത്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഞാൻ ഒരു കഥ പറയാണ്. ഇങ്ങോട്ട് ഗെയിം തന്നിരിക്കും. അടിപൊളി ഗെയിമാണ് അല്ലേ ടീച്ചറെ? ടീച്ചർ എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചതിന് ശേഷം ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ നല്ല മിടുക്കികളുമായിട്ട് ആൻസർ പറഞ്ഞാൽ അടിപൊളി ഗെയിം ആയിരിക്കും അല്ലേ ടീച്ചറെ? ആൻസർ പറഞ്ഞാൽ നമുക്ക് കൊടുത്താൽ മതിയല്ലോ ഗെയിം. ഇല്ലെങ്കിൽ ഓക്കെ ഇല്ല അവരെല്ലാം നല്ല ശ്രദ്ധിച്ചിരിക്കും. നന്നായിട്ട് മറുപടി തന്നിരിക്കും. കൊടുക്കില്ലേ ടീച്ചറെ? പോയിന്റ് കൊടുക്കണം. കാലമിടക്കിരിക്കും. ഓക്കെ, പണ്ടൊരിക്കലുണ്ടല്ലോ നിങ്ങളെ പോലെ ഒരു മിടുക്കനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയുടെ പേരെന്താണെന്നറിയണ്ടേ? ആര്യനോ? അല്ലായിരുന്നു. അവന്റെ പേരായിരുന്നു ആര്യൻ അല്ലേ? അപ്പോൾ നമുക്കൊരു കുട്ടിയെ കുറിച്ച് പഠിക്കാം. കുട്ടിയുടെ പേര് ബെനോനി എന്നായിരുന്നു. എന്തായിരുന്നു പേര്? കേട്ടിട്ടില്ല? കേൾക്കാൻ വഴിയില്ല. ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബെനോനി എന്നായിരുന്നു കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ ജോലി എന്തായിരുന്നു അറിയണ്ടേ? യെസ്, അറിയണം. ആ കുട്ടിയുടെ ജോലി, അവന്റെ അമ്മയ്ക്ക് കുറച്ച് കോഴി കൃഷികളുണ്ടായിരുന്നു. കോഴിയിടുന്ന മുട്ടകൾ കൊണ്ട് ടൗണിൽ കൊണ്ടുപോയി വിൽക്കുന്നതായിരുന്നു ഈ ബെനോനിയുടെ ജോലി. കോഴിയിടുന്ന മുട്ടയുടെ കളർ എന്താ? പച്ചയോ? യെല്ലയോ? നീലയോ? വെള്ളയാണോ? കറുപ്പോ? അതേത് കോഴിയാ? അമ്മയുടെ വീട്ടിലെ കോഴിയാണോ കറുത്ത മുട്ടയിടുന്നേ? എന്റെ വീട്ടിലെ പൂവൻകോഴി കറുത്ത മുട്ടയാണ്. പൂവൻകോഴിയാണോ? അത്ഭുത പ്രതിഭാസമാണ്. സ്വർണ്ണ മുട്ട ഇടുന്ന കോഴിയുണ്ട്. ചെറിയ വണ്ടിയിൽ മാത്രം കണ്ടുവരുന്ന പ്രതിഭാസം കറുത്ത മുട്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലെ കോഴി ഇടുന്ന വെള്ള മുട്ടയാണല്ലേ? അതുപോലെ തന്നെയായിരുന്നു ബെനോനിയുടെ വീട്ടിലെ കോഴി ഇട്ടുകൊണ്ടിരുന്നത്. വളരെ മനോഹരമായ മുട്ടകളായിരുന്നു. ആ മുട്ടകൾ കൊണ്ട് ടൗണിൽ കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയായിരുന്നു നമ്മുടെ ബെനോനിയുടെ ജോലി. പക്ഷേ ഓക്കെ, അപ്പോൾ നമ്മുടെ ബെനോനിക്ക് ആ ജോലി ചെയ്യുന്നത് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവന്റെ അമ്മ പറയുന്നത് നിർബന്ധിച്ചിങ്ങനെ പറയുന്നത് കാരണം ബെനോനിക്ക് വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് കോഴിമുട്ടകൾ ടൗണിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. കാരണം അവന് അമ്മയെ വളരെയധികം പേടിയായിരുന്നു. ഇഷ്ടമായിരുന്നല്ലോ. ഓക്കെ, അമ്മയെ നല്ല ഇഷ്ടവും നല്ല പേടിയൊക്കെ ആയിരുന്നത് കൊണ്ട് അമ്മ പറയുന്നത് നമ്മുടെ ബെനോനി കേൾക്കുമായിരുന്നു. കാരണം എന്തായിരുന്നു? നിങ്ങളെ പോലെ ഒരു മിടുക്കനായിരുന്നു ബെനോനി. അതാണ്. ഓക്കെ, അപ്പോൾ ബെനോനിക്ക് എന്താ പോകാൻ ഇഷ്ടമില്ലാത്തെന്ന് അറിയണ്ടേ? അവിടെ ആ ടൗണിലുള്ള ആ മാർക്കറ്റിലേക്ക് കിടക്കുമ്പോഴേക്കും ആ ഒരു എൻട്രൻസിൽ ഒരാൾ അവിടെ നിൽക്കുമായിരുന്നു. ആരെന്നറിയണ്ടേ? ടാക്സ് കളക്ടർ ആയിരുന്നു. അത് ആരായിരുന്നു? ചുങ്കം പിരിക്കുന്ന ലേവി ആയിരുന്നു അവിടെ നിന്നിരുന്നത്. ഈ ബെനോനി കോഴിമുട്ടയും കൊണ്ട് വരുമ്പോൾ തന്നെ ഈ ലേവി ഓടി വന്നിട്ട് തള്ളിയിടുവോ? മുട്ട വാങ്ങത്തില്ല. കിട്ടുന്ന ലാഭമൊക്കെ പാവം തട്ടിപ്പറിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒരു നിശ്ചിത റേറ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ ഈ ചുങ്കക്കാരൻ വാങ്ങുമായിരുന്നു. ഇപ്പൊ നമ്മുടെ GST എത്രയാണ് ടീച്ചറെ? ടീച്ചർ നമ്മുടെ ടീച്ചർ എന്തായിരുന്നു ടീച്ചറുടെ പ്രൊഫഷൻ? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് നമ്മുടെ ടീച്ചർ. ടാക്സ് അറിയത്തില്ലെന്നോ? ഓക്കെ, നമുക്ക് എത്രയാണ് GST വരുന്നത്? അറിയാം, 30%. അതാരാ 30% കൊടുക്കുന്നത്?
ഓക്കെ, മിക്കതിനും 18% വരുന്നത്. പക്ഷെ ഓരോ വസ്തുവിനനുസരിച്ച് 5, 12, 18, 28 എന്നുള്ള ഓരോ സ്ലാബുകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഒരു സ്ലാബാണ്. പക്ഷെ അന്ന് ഗവൺമെന്റ് വച്ചിരുന്നു, പക്ഷെ അതിൽ കൂടുതൽ ആര് പിരിക്കുമായിരുന്നു? അതെ, ചുങ്കക്കാരനായ ലേവി പിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോയിട്ട് കോഴിമുട്ടയും കൊണ്ട് പോയിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന് അറിയായിരുന്നു. അതുകൊണ്ടായിരുന്നു ബെനോനി പോകാൻ മടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ബെനോനി അവിടെ എത്തി. പക്ഷെ അവിടെ വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു. ആ ഒരു മാർക്കറ്റിൽ വലിയൊരു ആഘോഷം. ബെനോനി വിചാരിച്ച എന്താ പതിവിന് വിപരീതമായി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആരുടെയെങ്കിലും കല്യാണം നടക്കുവാണോ? അത് എന്ത് ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ ബെനോനി ഒരു നിമിഷം അമ്പരന്നിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അതുവഴി ഇതാ ഒരാൾ കടന്നു പോകുന്നു. അയാളോട് ചോദിച്ചു, ഇവിടെ എന്താ സംഭവം എന്ന്. അപ്പോൾ അയാൾ പറയുകയായിരുന്നു, ഇവിടെ യേശു വന്നിട്ടുണ്ട്. യേശു വന്നു. യേശു എന്തോ ഈ ലേവിയോട് സംസാരിച്ചു. ലേവി പഴയതുപോലെയല്ല, ലേവി ടോട്ടലി മാറിപ്പോയി. ലേവിയുടെ സ്വഭാവമൊക്കെ ടോട്ടലി മാറിപ്പോയി. പുതിയൊരു പേര് ലേവിക്ക് ലഭിച്ചായിരുന്നു. എന്തായിരുന്നു? സക്കായിയോ? ഓക്കെ, മത്തായി എന്നുള്ള ഒരു നല്ലൊരു പേരും ഒക്കെ ലഭിച്ചായിരുന്നു. അങ്ങനെ യേശു ലേവിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ലേവിയുടെ ജീവിതം മാനസാന്തരത്തിലേക്ക് മാറി. അപ്പോൾ ഇവിടെ കേൾക്കുന്നുണ്ടോ? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേവിയുടെ ജീവിതം മാറിയത് എങ്ങനെയാണ്? യേശു വന്നപ്പോൾ നമ്മുടെ ലേവിയുടെ ജീവിതം മാറി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശു വരുമ്പോൾ നമ്മുടെ ജീവിതം ടോട്ടലി ചേഞ്ച് ആകും. യേശു വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണല്ലേ? അതെ, ആണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, എല്ലാം ഒരുപോലെ. പക്ഷെ കാണാനും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവങ്ങൾ. നമ്മുടെ ക്യാരക്ടറിനെ സ്വാധീനിക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ്? അതെന്താ ബാക്കിലോട്ട് ഇരിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? എന്തൊക്കെയാണ്? നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ വീട്ടിലുള്ളവരുടെ സ്വഭാവം. അതായത് നമ്മുടെ അപ്പന്റെയോ അമ്മയുടെയോ അമ്മൂമ്മയുടെയോ അപ്പൂപ്പന്റെയോ അപ്പൂപ്പന്റെയൊക്കെ അങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് ചില ക്യാരക്ടറുകൾ നമുക്ക് ലഭിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് അതാണ് നമുക്ക് ചില സ്വാധീനങ്ങൾ ഉണ്ടാകും. പിന്നെ നമുക്ക് കൂട്ടുകാരിൽ നിന്നും സ്വാധീനങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മൾ വളർന്നു വരുന്ന നമുക്കൊരു ചർച്ച ഉണ്ടില്ലേ? ആ ചർച്ചിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ഇവിടെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ചർച്ചിൽ നിന്ന് ചില സ്വഭാവങ്ങൾ നമുക്ക് ലഭിക്കും. ഇതുപോലെ പല സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത്. നമ്മുടെ ഭവനത്തില് നമ്മുടെ പപ്പയ്ക്ക് അമ്മയ്ക്ക് ഉള്ള സ്വഭാവത്തിന് ഏകദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ടില്ലേ? ഉണ്ടോ? നമ്മുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര മടിയാണെങ്കിൽ നമുക്ക് മടിയായിരിക്കും. പപ്പയമ്മ എപ്പോഴും എന്താണ് അവിടെ നിൽക്കുന്നത്? എന്താടാ ഇത്? എന്തുവാടാ നീ ചെയ്തു വെച്ചിരിക്കുന്നത്? നീ എന്നാടാ ഇനി നന്നാവുന്നേ എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും ഭയങ്കര കലിപ്പനാണെങ്കിൽ നമ്മൾ കലിപ്പായി തീരൂല്ലേ? നമ്മൾ കണ്ടു വളരുന്നത് എന്താണോ അതായി തീരും. പക്ഷേ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. കാരണം എന്താണ്? അതെ, യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ നമ്മൾ ആരുടെ സ്വഭാവം കാണിക്കേണ്ടത്? അതെ, യേശുവിന്റെ സ്വഭാവമാണ് നമ്മൾ പിന്നെ കാണിക്കേണ്ടത്. യേശുവിന്റെ സ്വഭാവം എന്തൊക്കെയായിരുന്നു? അതെ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയയില്ലേ? ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത എന്ന് പറഞ്ഞില്ലേ? ഞാൻ കേട്ടില്ലായിരുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സൗമ്യത. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ പിന്നെ ഇതേ സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ മാറ്റപ്പെടണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ പിതാവേ, യേശു എന്റെ ഹൃദയത്തിൽ വരികയും
എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എന്നെ ഒരു ദൈവ ബദലായി തീർക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നത് കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. അപ്പോൾ നമ്മൾ ഓക്കെ, അപ്പോൾ കിടക്കാന്ന് സമാധാനപ്പെട്. ഗെയിം തരാം.